പൗരത്വ പ്രക്ഷോഭത്തിനെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാതെ സംസ്ഥാന സർക്കാർ ആകെയുള്ള 835 കേസുകളിൽ ഇതുവരെ പിൻവലിച്ചത് 69 കേസുകൾ മാത്രമാണ്. കേസുകളിൽ 732 ഗുരുതര സ്വഭാവം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തിയതായും സർക്കാർ നിയമസഭയെ അറിയിച്ചിരുന്നു. പൗരത്വ പ്രക്ഷോഭ വിഷയത്തിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് 2019 ആകെ രജിസ്റ്റർ ചെയ്തത് 835 കേസുകളാണ്. പൗരത്വ പ്രക്ഷോഭത്തോടൊപ്പം നിൽക്കുന്ന സംസ്ഥാന സർക്കാർ കേസുകൾ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷവും മറ്റ് സംഘടനകളും ആവശ്യപ്പെട്ടു. ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകളെല്ലാം പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടിട്ടും കേസുകൾ പൂർണ്ണമായി പിൻവലിച്ചിട്ടില്ല. ഇതുവരെ ആകെ പിൻവലിച്ചത് 69 കേസുകൾ മാത്രമാണ്. ആകെയുള്ള 835-ൽ 732 ഗുരുതരമല്ലാത്ത കേസുകളെന്നായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെയും കണ്ടെത്തൽ. എന്നാൽ ഇതിൽ സിംഹഭാഗവും ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെയാണോ സംസ്ഥാന ഗവൺമെന്റ്? അതിൽ മുഴുവൻ അവരെല്ലാം ഇരകളായി മാറിയിരിക്കുകയാണ്. ആ കേസിൽ നിരന്തരമായി 5 വർഷമായി CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ കോടതി കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തമിഴ്നാട്ടിലെടുത്ത എല്ലാ കേസുകളും സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാർ പിൻവലിച്ചിരുന്നു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.